ഇപ്പോൾ അവധിക്കാലമാണ്. പണ്ടൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും, അവധിക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത വളപ്പിലൊക്കെ കയറി മാവുമേലൊക്കെ കയറി മാങ്ങയൊക്കെ പറിച്ചു നടക്കുന്ന ഒരു കുട്ടിക്കാലം എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. മധുരമൂറുന്ന ഒരു ബാല്യകാലം അല്ലേ? അത്തരത്തിലൊരു മധുര കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ കൂട്ടുകയാണ്. സ്കൂളൊക്കെ അടച്ചാൽ പണ്ട് പറമ്പിൽ കയറി മാങ്ങ പറിക്കുന്നതും ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്നതുമൊക്കെ സ്ഥിരം കാഴ്ചയാണ് അല്ലേ? നാട്ടുമാങ്ങ മുതൽ നല്ല മൂവാണ്ടൻ മാങ്ങ വരെ എത്രയെത്ര തിന്നിട്ടുണ്ട് നമ്മൾ. എന്നാൽ ഫ്രഞ്ച് മാങ്ങ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതെന്താണ് ഈ ഫ്രഞ്ച് മാങ്ങ എന്നല്ലേ? അപ്പോൾ ആ ഫ്രഞ്ച് മാങ്ങയുടെ വിശേഷത്തിലേക്ക് നമ്മളെ കൂട്ടുകയാണ് മാനസ. കണ്ടിട്ട് ഒരു തേങ്ങയെ പോലെയുണ്ട്, എന്നാലും ഇത്രയും വലുപ്പം എങ്ങനെയാ? വേനലവധിയായ പിന്നെ എവിടെ നോക്കിയാലും മാങ്ങയും ചക്കയും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. അങ്ങനെ ഒരു മാങ്ങയും തപ്പി നടക്കുമ്പോഴാണ് ദാ ഈ കാഴ്ച കാണുന്നത്. തേങ്ങയുടെ വലുപ്പമുള്ള മാങ്ങ. വലുപ്പത്തിലെ വെറൈറ്റി പോലെ തന്നെ ആളങ്ങ് വിദേശിയാണ്. ഗുദാദത്ത് എന്നാണ് ഫ്രഞ്ചിനമായ ഈ മാങ്ങയുടെ പേര്. കോഴിക്കോടുകാരെല്ലാവരും പറയുന്നത് ഇത് ഫ്രഞ്ചുകാർ കൊണ്ട് നട്ട മാവാണെന്ന്. 150 വർഷത്തോളം പഴക്കമുള്ള മാവാണ്. അപ്പോൾ ആ മാവിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ഇവർ ഈ കാർഷിക കോളേജിൽ നിന്ന് ആൾക്കാർ വന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയി അവർ തൈകളാക്കി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഫയർ സ്റ്റേഷനിൽ 40 ആൾക്കാർക്ക് തന്നു. അതിൽ ഒരു തൈയാണ് ഇത്. പക്ഷേ 39 പട്ടുപോയി. ആകെ കിളിർത്ത ഇത് മാത്രമേ ഉള്ളൂ. ഫയർഫോഴ്സ് സർവീസിനിടയിലാണ് മരുതൂർ സ്വദേശി അജിത്ത് മാങ്ങ നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ 11 വർഷത്തിൽ ഇതാദ്യമായാണ് മാങ്ങയുണ്ടാകുന്നത്. 10 വർഷം മുമ്പൊക്കെ ഉള്ള മാങ്ങയായിരുന്നെങ്കിൽ അത് 7-8 കിലോ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 4 കിലോയൊക്കെ വരുള്ളൂ, 3.5-4 കിലോ. ഇത് തന്നെ ഏതാണ്ട് ഇപ്പോൾ ഇത് തന്നെ ഏതാണ്ട് 3.5 കിലോ വരും. തേങ്ങയേക്കാൾ സൈസ് ഉണ്ടല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. വിദേശ ഇനമാണെങ്കിലും നാടൻ വളം ഉപയോഗിച്ചാണ് വളർത്തിയത്. ജോലി കഴിഞ്ഞുള്ള ഈ വിശ്രമവേളയിൽ അജിത്ത് ഇനിയും ഇത്തരം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ തുടരും. അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.